മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഒരു മീൻ കറിയാണെന്നുള്ളത്. നമ്മുടെ കണമ്പ് കറിയാണിത്. അപ്പോൾ കണമ്പ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണമ്പ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണമ്പ് നമ്മൾ തേങ്ങ അരച്ചൊന്നും വെക്കില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുക. ഇത് തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ എനിക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ തന്നെ വറ്റിച്ചിട്ട് അപ്പോൾ തന്നെ മീൻ കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം വറ്റിച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിക്കോളൂ. കണമ്പ് ഏത് വലിപ്പത്തിലുള്ള കണമ്പാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് മീൻ കറി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കണമ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ചൂട് കറിയാണിത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നമ്മുടെ കണമ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 7 മീനുണ്ട് കേട്ടോ. മീൻ കട്ട് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീനിനാണ് നമ്മുടെ ഇവിടെയൊക്കെ കണമ്പെന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് മീനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യാതിരുന്നതാണ്. ഇത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. ഈ മീൻ കറി തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയെന്ന് പറഞ്ഞാൽ തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന ദിവസം തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ രാവിലെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നലെ മീൻ കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി മീൻ വറ്റിച്ച് വെക്കാതെ ഇപ്പോൾ രാവിലെ തന്നെ വറ്റിച്ചിട്ട് ഉടനെ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ 2 പീസ് കുടംപുളി കൂടുതൽ ചേർക്കണം. അപ്പോഴേ നമ്മുടെ മീനിലേക്ക് കറക്റ്റായിട്ട് പുളിയൊക്കെ പിടിച്ചു വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടൊരു മസാല മിക്സ് ചെയ്തെടുക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മസാല നമ്മൾ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ടാണ് നമ്മുടെ ഗ്രേവി റെഡിയാക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. 3 3.5 ചേർക്കാം കേട്ടോ. നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം. കുറച്ച് എരിവ് വേണം ഈ ഒരു കറിക്ക്. ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുക. ഒരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയേക്കാൾ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടികൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരുകയും ചെയ്യും, നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാകുമ്പോൾ മല്ലിപ്പൊടി ഡയറക്റ്റ് ചേർത്താലും കുക്കായി കിട്ടും. പക്ഷേ ഇതുപോലെ വെള്ളത്തിൽ ചേർത്തിട്ട് മസാലയാക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പൊടിയൊന്നും കരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ഗ്രേവി റെഡിയാക്കാൻ തുടങ്ങേണ്ടത്. സാധാരണ മീൻ കറിയിലെ പോലെ ഇഞ്ചി ഉള്ളി അവസാനമല്ല നമ്മൾ ചേർക്കുന്നത്. ഈ കറിയിൽ ആദ്യം തന്നെ ചേർക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ, ഇഞ്ചി ഉള്ളി മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി ഉള്ളി ഒന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 8-10 ഉലുവ ചേർക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് ചൂടായി പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിയും ഇഞ്ചിയൊക്കെ കുക്കായി കിട്ടും. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. മീൻ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. മീൻ ചേർത്ത് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒന്ന് തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഉള്ളിക്ക് പകരം സവോള ചേർക്കരുത് കേട്ടോ, ഉള്ളി തന്നെ ചേർക്കണം ഈ കറിയിൽ. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, വല്ലാതെ കളർ മാറിപ്പോകണ്ട. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികളുടെ മിക്സ് ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ ഒന്ന് മാറി വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം.
മീനിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉപ്പും ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനിയും അരപ്പൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മസാല ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. കുടംപുളി നിങ്ങളുടെ പുളി അനുസരിച്ച് ചേർക്കട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചെറിയ പുളി ആയതുകൊണ്ട് ഒരു 5-6 പീസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ പുളിയാണെങ്കിൽ ഒരു 4 പീസ് ചേർത്താൽ മതി. ഇനി ഈ പുളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ അരപ്പ്. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ വെറുതെ വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. അപ്പോൾ വേഗം തന്നെ നമ്മുടെ അരപ്പ് തിളച്ച് വരും, അധിക സമയമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പ് നന്നായിട്ട് കുക്കായതാണ് നമ്മളിപ്പോൾ ചേർത്ത. കുടംപുളി ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് 2ാം പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പ് കറിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ചധികം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി മതിയെന്നുണ്ടെങ്കിൽ അധികം തേങ്ങാപ്പാൽ ചേർക്കേണ്ട. നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം മീൻ വേവുകയും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി അതിനുശേഷം നമുക്ക് ഉപ്പ് ഒരുവൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് മീൻ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ മീനിന് അധികം കുക്കിംഗ് ടൈം ഇല്ല. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്താലേ മീനിലേക്ക് ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം നമ്മൾ തേങ്ങാപ്പാലിൽ ചെക്ക് ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ മീൻ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് പാകമായിക്കൊള്ളും. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ മീനും 2ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മുഴുവൻ മീനും നമ്മൾ കറി വയ്ക്കുകയാണ്, ഫ്രൈ ചെയ്യാനൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തേങ്ങാപ്പാൽ ചേർത്തത്. ഇനിയിപ്പോൾ കറി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മീൻ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ 8 മിനിറ്റ് വരെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ. പുളി കുറവാണെങ്കിൽ 1 പീസ് പുളി ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതെല്ലാം നമുക്ക് ഈ സ്റ്റേജിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ചൊന്ന് കുറുകി കുക്കായി വന്നിട്ടുണ്ട്. ഒരു 8-9 മിനിറ്റായി നമ്മുടെ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ 1ാം പാലാണ്. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയും മാത്രമാണ്, വേറെ എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ഒരു 3/4 കപ്പ് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് ഉലുവപ്പൊടി. നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഉലുവപ്പൊടിയും കൂടി ചേർത്താലേ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ ഒരു പിഞ്ചും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ മീൻ കറിയിലേക്ക് പിടിച്ചു വരട്ടെ. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാം. അരമണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കും ചട്ടിയുടെ ചൂടുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ ഒരു അരമണിക്കൂറായി നമ്മൾ വേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട്. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുന്നതോറും ചാറ് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി ആയിട്ടുണ്ട്. നമ്മുടെ ചട്ടി നിറയെ കറി ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഇളക്കാൻ പറ്റില്ല. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കയ്യിലിട്ട് ഇളക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും. മീനൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മീൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് അപ്പത്തിൻ്റെയും കപ്പയുടെയും ചോറിൻ്റെയും പുട്ടിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണമ്പ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് മുതലുള്ള സ്റ്റേജ് അടുത്ത ദിവസം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കാനാണ് പറ്റുക. അപ്പോഴാണ് കറക്റ്റായിട്ട് മീനിലേക്ക് പുളിയും ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് പിടിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ
കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.